അന്ന് കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് കൽഭരണികളിൽ നിറഞ്ഞു തുളുമ്പിയ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശുനാഥൻ ആ കുടുംബത്തിൽ ആനന്ദത്തിൻ്റെ ലഹരി പകർന്നു നൽകി. ഇന്ന് ലോകത്തിൻ്റെ ലഹരി തേടി ജീവിത വ്യഗ്രതയോടെ അലയുന്ന വ്യക്തിജീവിതങ്ങളും കുടുംബങ്ങളും അവരുടെ ഹൃദയത്തിൽ സ്വർഗത്തിൻ്റെ ലഹരി നിറയ്ക്കാൻ ദൈവവചനം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന കൽഭരണികളായി ചില അമൂല്യ ജീവിതങ്ങൾ. ഒരിക്കൽ ലോകത്തിൻ്റെ ലഹരി പകർന്നു നൽകിയിരുന്ന അവരുടെ ജീവിതങ്ങൾ ഇന്ന് യേശുവിൻ്റെ വചനം വിളമ്പുന്ന കൽഭരണികളായി മാറിയിരിക്കുന്നു. ഇത് ശ്രീ ഔസേപ്പച്ചൻ പുതുമന. ദൈവസ്നേഹ തീക്ഷ്ണതയാൽ നിറഞ്ഞ് സുവിശേഷ പ്രഘോഷണവും പരസ്നേഹ പ്രവർത്തനങ്ങളും ജീവിതചര്യയാക്കി മാറ്റിയ ഒരു ക്രിസ്തു ശിഷ്യൻ. യൗവനത്തിലെ ജീവിത വ്യഗ്രതയും ധനമോഹവും അദ്ദേഹത്തെ നയിച്ചത് മദ്യവ്യവസായം എന്ന മഹാവിപത്തിലേക്കായിരുന്നു. ഒരു വശത്ത് ധനവും പ്രശസ്തിയും സ്വാധീനവും എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ജീവിതത്തിലെ ചില തകർച്ചകൾ അദ്ദേഹത്തെ ദൈവത്തിലേക്കടുപ്പിച്ചു. പിന്നീടങ്ങോട്ട് ദൈവം കാണിച്ചു കൊടുത്ത മാർഗത്തിലൂടെ ഉറച്ച കാൽവയ്പ്പുകളോടെ അദ്ദേഹം നടന്നു തുടങ്ങി. ആ യാത്രയുടെ അനുഭവങ്ങൾ, തൻ്റെ പഴയ ഓർമ്മകൾ എല്ലാം അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുന്നു. കാണുക, ഒരു കൽഭരണിയുടെ ആത്മകഥ, ഒരു മദ്യവ്യവസായിയുടെ മാനസാന്തര കഥ. എൻ്റെ സഹോദരങ്ങളാകട്ടെ പഠിച്ചു മിടുക്കരായവർ വളരെയധികം ഉന്നതിയിലേക്കും വളർച്ചയിലേക്കും നല്ല ജീവിത രീതിയിലേക്കും കടന്നു വന്നു. ആ കാലത്ത് എനിക്ക് അവരോടൊക്കെ ചെറിയ അസൂയ തോന്നി തുടങ്ങി. കാരണം പഠിക്കേണ്ട കാലത്ത് പഠിച്ചുമില്ല, പഠിച്ച് മിടുക്കരായവരോട് അസൂയ തോന്നുക എന്നുള്ള ഒരു പ്രതിഭാസമായിരുന്നത്. അങ്ങനെ മദ്യവ്യവസായമായിട്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലാണ് എനിക്കത് തോന്നി, ചാരായ ഷാപ്പ് ബിസിനസ് മാത്രം പോരാ, വിദേശ മദ്യം കൂടെ വിൽക്കണം, അതിന് ബാർ ഹോട്ടൽ തുടങ്ങണം. ബാറിൻ്റെ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്ത സമയത്ത് അവിടെ ചില കുറുക്കുവഴികൾ തേടിയാണ് ഞാൻ ആ ലൈസൻസ് നേടിയെടുത്തത്. ഞാൻ പറഞ്ഞു, പിതാവേ, ഹോട്ടൽ ലോഡ്ജ് നടത്തിയാൽ മാത്രം മതിയാവില്ല, ഞാൻ വലിയ പണം ലോൺ എടുത്താണ് നടത്തുന്നത്, അതുകൊണ്ട് ബാർ വ്യവസായം, മദ്യവ്യവസായം നടത്താൻ എനിക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞപ്പോൾ ഈ പിതാവ് കണ്ണുകളടച്ച് ഒരു 2 മിനിറ്റ് കണ്ണുകളടച്ച് ആലോചിച്ചു. അല്ല, അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അവനെന്നൊരു ദൂർത്തപുത്രനാണ്, അവൻ പന്നിയെ മേയ്ക്കാൻ കാസർഗോഡ് പോയിരിക്കുക, അവൻ പന്നിക്കൂടിലാണ് കിടക്കുന്നത്, അവൻ ബാർ ഹോട്ടൽ നടത്തുക, മദ്യവ്യവസായം നടത്തുക, എത്രയായിരം മനുഷ്യയാണ് മദ്യം കൊടുത്ത് നശിപ്പിക്കുന്നത്, അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ അമ്മച്ചി ആഹ്വാനം ചെയ്തു. അവരൊത്തൊരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം ഞാൻ കേൾക്കുന്ന ക്ലാസ് ദൈവം സ്നേഹമാണ് എന്നതായിരുന്നു. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ
ഞാൻ ദൈവത്തെ അറിയാതെ വചനമറിയാതെ പാപത്തിലും മദ്യത്തിലും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പോലും ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്ന ചില ചിന്തകൾ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തന്നു. രാവിലെ 5 മണി സമയത്ത് ചാപ്പലിൽ പോയി ക്രൂസിനെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുക. കുരിശ് കിടന്നുകൊണ്ട് യേശു നിന്നോട് സംസാരിക്കും. ഞാൻ പറഞ്ഞു, അച്ഛാ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. ഈശോ തമ്പുരാൻ എന്നോട് പറഞ്ഞ് ഞാൻ ബാർ ഹോട്ടൽ അടച്ചിരിക്കും അച്ഛാ. ഞാൻ ധ്യാനിക്കാൻ പോയത് ഈ ലോകത്തിൻ്റെ 3 ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ അവിടെ ചെന്ന് ധ്യാനം കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധമായി പ്രവർത്തിക്കാൻ തുടങ്ങി 1, 2, 3, 4 ദിവസമായപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ ഗതി മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, 1990 മാർച്ച് 30 കാസർഗോഡ് ടൗണിലെ ഏക ബാറായ കാവേരി ബാറ് യേശു നാമത്തിൽ അടച്ചുപൂട്ടി. കഴിഞ്ഞ് 25 വർഷമായിട്ട് ഈ ബാർ അടഞ്ഞടക്കുകയാണ്. അങ്ങനെ കേരളത്തിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് യേശുവിനുള്ള സ്നേഹത്തെ പ്രതി, സ്വർഗത്തെ പ്രതി ആദ്യമായി ബാറടയ്ക്കാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, എനിക്ക് 2 മക്കളാണ് ഇപ്പോൾ ഉള്ളത്. ഇതെൻ്റെ ഇളയ മകൻ ജോർജ്. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക് ഡിഗ്രി എടുത്തു. അതിനുശേഷം 2 വർഷം മൈസൂരിൽ ഞങ്ങളുടെ തന്നെ ഫാക്ടറിയിൽ ലൂണാർ ബാഗിൻ്റെ പ്രൊഡക്ഷനായിരുന്നു. ഇപ്പോൾ ഓൾ കേരള ഡിസ്ട്രിബ്യൂഷൻ നടത്തുകയാണ്. ഈ മകൻ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ വളരെയധികം മുന്നോട്ട് നിൽക്കുന്നു. രണ്ടാമതിരിക്കുന്നത് എൻ്റെ ഭാര്യ സാലിയാണ്. നമ്പ്യാവറമ്പിലാണ് വീട്ടുപേര്. മലബാറിൽ ആലക്കോടാണ് അവരുടെ വീട്. ഞാനിങ്ങനെ ധ്യാനിപ്പിക്കാനൊക്കെ അകലേക്ക് പോകുമ്പോൾ ദിവസങ്ങളോളം പ്രാർത്ഥിക്കുക എന്നതാണ് എനിക്ക് തരുന്ന സപ്പോർട്ട്. എല്ലാ ദിവസവും ബലിയർപ്പിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനപ്പുറം ഇരിക്കുന്നത് എൻ്റെ അമ്മച്ചി, സാലിയുടെ അമ്മച്ചി. ആലക്കോടാണ് അവരുടെ വീട്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ ജോർജ്, ഇളയ മകനാണ്. ചെറുപ്പം മുതലേ പപ്പയുടെ ജീവിതം എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം പപ്പ രാവിലെ എണീറ്റ് ബൈബിൾ വായിക്കുന്നതും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതും എല്ലാം എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പപ്പ എപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, പപ്പ ഏത് തീരുമാനം എടുക്കുമ്പോഴും എപ്പോഴും ബൈബിൾ വായിച്ചും ബൈബിൾ തുറന്ന് യേശുവിനോട് ചോദിച്ചിട്ടാണ് തീരുമാനം എടുക്കുന്നത്. അതിനെ ഒരുപാട് സ്വാധീനിച്ചൊരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം പപ്പ എനിക്ക് സ്വാധീനിച്ചത്, പപ്പ ഒരു മടുപ്പുമില്ലാതെ യേശുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഞാൻ പലപ്പോഴും കാണാൻ ഇട വന്നിട്ടുണ്ട്. പലപ്പോഴും രാത്രി 12 മണിക്കൊക്കെ തിരിച്ചു വന്നാലും പിറ്റേ ദിവസം രാവിലെ അടുത്ത ധ്യാനത്തിന് പോകാനും ഒരു മടുപ്പുമില്ല. ദൈവത്തിന് ഭയങ്കര യേശു ഒരു ഹരമായിട്ട് പപ്പ എപ്പോഴും നോക്കാറുണ്ട്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം വളരെ സ്വാധീനിച്ച്, പപ്പയ്ക്ക് ഒരു കാര്യം തെറ്റാന്ന് തോന്നിയാൽ പപ്പ എപ്പോഴും അതിനെതിരായി പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം പപ്പയ്ക്ക് 88 മദ്യം തെറ്റാന്ന് തോന്നിയ ശേഷം പൂർണ്ണമായി അതിനെതിരായി പ്രവർത്തിക്കാനും അതിനെതിരായി പ്രസംഗിക്കാനുമുള്ള ഒരു ഊർജ്ജം കാണിച്ചത് എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും ഒരുപാട് അത് പല ആഘോഷങ്ങളിലാണെങ്കിലും കല്യാണത്തിനാണെങ്കിലും എന്ത് ഫംഗ്ഷനാണെങ്കിലും ഒരിക്കലും മദ്യം ഉപയോഗിക്കാതിരിക്കാനും, അതായത് ബാക്കി എൻ്റെ കൂട്ടുകാരുടെ എല്ലാം കല്യാണത്തിന് പോകുമ്പോൾ അവിടെ എല്ലാം മദ്യം കാണും. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരിക്കലും മദ്യം ഉപയോഗിച്ചിട്ട് ഞാൻ ഒരിക്കലും പപ്പ സമ്മതിക്കുകയില്ല. ഒരിക്കലും അത് എപ്പോഴും ഒരിക്കലും ഉണ്ടാകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പല കോർപ്പറേറ്റ് മീറ്റിങ്ങിലാണെങ്കിലും വേറെ പല കമ്പനികളിലും കോർപ്പറേറ്റ് മീറ്റിങ്ങിൽ എപ്പോഴും മദ്യം വിളമ്പുകയും അതായത് അവരുടെ ഡീലേഴ്സിനെയും എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി മദ്യം വിളമ്പാറുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഒരു കമ്പനി മീറ്റിങ്ങിലും ഡീലേഴ്സ് മീറ്റിങ്ങിലും ഒന്നിലും ഞങ്ങൾ മദ്യം വിളമ്പാറില്ല. അത് കാരണം പലപ്പോഴും പലർക്കും അനിഷ്ടം ഉണ്ടാകാറുണ്ട്. എന്നാലും ഞങ്ങൾ ഒരിക്കലും അതിനെ കൂട്ടു നിൽക്കാറില്ല. അതുപോലെ തന്നെ പല ധ്യാനങ്ങൾ കൂടി കിട്ടിയ വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഞങ്ങൾ ഞായറാഴ്ച എന്തൊക്കെ അത്യാവശ്യം ഉണ്ടായാലും ഞങ്ങൾ സാബത്ത് ദിവസം ഞങ്ങൾ സ്ഥാപനം തുറക്കുകയോ ഞായറാഴ്ച ഒരു പണികൾ ഒഴിവാക്കി ദൈവത്തിന് വേണ്ടി മാറ്റി വയ്ക്കാറുണ്ട്. അതുപോലെ ദശാംശത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാ മാസവും കൃത്യം ദശാംശം നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 10% ഞങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയോ അതുപോലെ തന്നെ എന്തെങ്കിലും അത്യാവശ്യം നേരിടുന്നവർക്ക് വേണ്ടിയോ എപ്പോഴും മാറ്റി വെക്കുന്നുണ്ട്. എൻ്റെ പേര് സാലി, ഔസേപ്പച്ചൻ ബ്രദറിൻ്റെ വൈഫാണ്. ഞങ്ങളുടെ കല്യാണം 1978 കല്യാണം കഴിഞ്ഞ സമയത്തൊന്നും മദ്യവ്യവസായം ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ പുള്ളി സമ്പത്തിനോടുള്ള ആർത്തി കൂടി മദ്യവ്യവസായം തുടങ്ങി. എനിക്കതിനോട് അന്നൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ട് കേൾക്കാതിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയുടെ ഫലമായി പുള്ളി ധ്യാനം കൂടുവാനും മാനസാന്തരപ്പെടുവാനും ഇടയായി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒത്തിരി സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ 25 വർഷമായിട്ട് ഔസേപ്പച്ചൻ ധ്യാനത്തിന് പോകുന്നുണ്ട്. ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുമ്പോഴെല്ലാം കൂടുതലായി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. തിരിച്ചു വരുമ്പോൾ ആ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ കിട്ടിയെന്ന് ഔസേപ്പച്ചൻ പറയാറുണ്ട്.
ഇപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് കഴിയുന്നത്. പണ്ടൊക്കെ പണത്തിന് വേണ്ടി ഓടിയിരുന്നെങ്കിലും ഇപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ഓടുന്നതിൽ ഞങ്ങൾ കൂടുതൽ സന്തോഷിക്കുന്നു. ഈ വീട് എൻ്റെ സഹോദരൻ ഐസക്കിൻ്റെ വീടാണ്. ഇത് നിൽക്കുന്ന എൻ്റെ ഇളയ പെങ്ങളാണ് ജാസ്മിൻ്റെ ഭർത്താവ് പയസ് ഡോക്ടറാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന അതിൻ്റെ എൻ്റെ നേരെ ഇളയ പെങ്ങളാണ്. ആ പെങ്ങൾ റോസമ്മ എന്നാണ് പേര്. കാഞ്ഞിരപ്പള്ളിയിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. പുൽപ്പേൽ ടെക്സ്റ്റൈൽസിൻ്റെ ഓണറാണ് അവർ. അതാ അടുത്ത് നിൽക്കുന്ന അളിയൻ ഔസേപ്പച്ചൻ എന്നാണ് പേര്. അതിനപ്പുറം നിൽക്കുന്നതാണ് എൻ്റെ ചേട്ടൻ ഐസക്ക്. ലൂണാർ റബേഴ്സിൻ്റെ ചെയർമാനാണ് അദ്ദേഹം. ബ്രദർ ഔസേപ്പച്ചൻ പുതുമനയുടെ നേരെ ഇളയ സഹോദരിയാണ്. എൻ്റെ പേര് റോസമ്മ. ഇത് എൻ്റെ ഭർത്താവ് ഔസേപ്പച്ചൻ. 1978 ഞാൻ ആദ്യമായി ഒരു കരിസ്മാറ്റിക് ധ്യാനം കൂടാൻ അവസരം കിട്ടിയത്. അന്ന് ബോംബെ ടീമിലുള്ള ഫാദർ ഫിയോ മസ്കർനാസ് ആൻഡ് ബ്രദർ ഫിറ്റ്സാണ് ധ്യാനം നടത്തിയത്, എറണാകുളം സെൻറ്റ് ട്രീസാസ് കോളേജിൽ വെച്ച്. ആ ധ്യാനത്തിൽ വെച്ച് എനിക്ക് ആഴമായൊരു ദൈവ സ്നേഹാനുഭവം ലഭിച്ചു. അന്ന് വരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സന്തോഷവും സമാധാനവും എല്ലാം, പരിശുദ്ധാത്മ നിറവ് എല്ലാം ലഭിച്ചു. അതിനുള്ള മധ്യസ്ഥ പ്രാർത്ഥനാപരവും ഭാഷാപരവും ആ ധ്യാനത്തിൽ വെച്ച് ലഭിച്ചു. അന്ന് മുതൽ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ആത്മരക്ഷ ലക്ഷ്യമാക്കി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഈശോ എന്നെ അനുഗ്രഹിച്ചു. ഈ പ്രാർത്ഥനാ ജീവിതം എൻ്റെ ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞും തുടരാൻ എനിക്ക് സാധിച്ചു. കാരണം എൻ്റെ കല്യാണം കഴിച്ച് ചെന്ന കുടുംബത്തിൽ എൻ്റെ അച്ഛനൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. എല്ലാ ദിവസവും ബലിയർപ്പണത്തിന് പോകാനും മറ്റ് ധ്യാനങ്ങളിലൊക്കെ സംബന്ധിക്കാനും കൺവെൻഷനിൽ പോകാനും എല്ലാം അച്ഛൻ അവസരം തന്നു. അങ്ങനെ പ്രാർത്ഥനയിൽ വളർന്നതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവർക്കും ഇതൊരു വലിയൊരു അനുഭവമായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവർക്കും തന്നെ ധ്യാനത്തിലൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിച്ചത് ഞങ്ങൾ ഫാദർ ജെയിംസ് മഞ്ഞാക്കലച്ചൻ നടത്തുന്ന ധ്യാനത്തിൻ്റെ ടീമിൽ അംഗമായിരുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയായിരുന്നു എൻ്റെ ശുശ്രൂഷ. ഞങ്ങളതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ളവരെയും ഞങ്ങളുടെ കൊണ്ടുമുട്ടുന്നവരെയും എല്ലാം ധ്യാനത്തിൽ പറഞ്ഞു വിടാനും ഒത്തിരി സഹായിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഞങ്ങളുടെ ബ്രദർ ഔസേപ്പച്ചൻ ബാർ തുടങ്ങാൻ പ്ലാനിട്ട് മദ്യവ്യവസായത്തിന് പ്ലാൻ ചെയ്തു. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ അതിനെ എതിർത്തു. എങ്കിലും ഔസേപ്പച്ചൻ അത് തുടങ്ങി. കാരണം ഞാൻ വിചാരിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും തന്നെ ഡോക്ടേഴ്സും എൻജിനീയേഴ്സും PG ഒക്കെ എടുത്തിട്ടുള്ളവരാണ്. ഔസേപ്പച്ചൻ പഠിക്കുന്ന കാലത്ത് തന്നെ രാഷ്ട്രീയ സ്പിരിറ്റൊക്കെ ഉള്ള ആളായതുകൊണ്ട് അങ്ങനെ കോളേജിൽ പഠനമൊന്നും അധികം ഡിഗ്രിയൊന്നും എടുക്കാൻ സാധിച്ചില്ല. ആ സമയത്ത് തോട്ടം നോക്കാനായിട്ട് കാഞ്ഞങ്ങാടിന് വിട്ടു, കാസർഗോഡിന് വിട്ടു. അവിടെ ചെന്ന് മദ്യവ്യവസായത്തിൽ ഏർപ്പെട്ടു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒത്തിരി സങ്കടം തോന്നി. കാരണം മദ്യവ്യവസായം കൊണ്ടാകുന്ന പണം നമ്മുടെ കുടുംബത്തിനൊരു ശാപമാണ്, അടുത്ത തലമുറയ്ക്കൊരു അനുഗ്രഹമല്ല എന്ന് ഞങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഔസേപ്പച്ചൻ ധ്യാനത്തിൽ സംബന്ധിക്കാനൊരു അവസരം ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു എനിക്ക് ഒത്തിരി ടെൻഷനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഔസേപ്പച്ച ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുക, അപ്പോൾ ടെൻഷനെല്ലാം മാറും. അങ്ങനെയാണ് ഔസേപ്പച്ചൻ താബോറിൽ വെച്ച് ഫാദർ ജെയിംസ് മഞ്ഞാക്കലത്തിൻ്റെ ധ്യാനത്തിന് എൻ്റെ ഇച്ചായനെയും അമ്മച്ചിയും കൂട്ടിക്കൊണ്ട് അവിടെ ഒന്ന് ധ്യാനം കൂടി. ആ ധ്യാനത്തിന് പങ്കെടുത്തപ്പോൾ തന്നെ ഔസേപ്പച്ചന് ഒരു ആഴമായ ഒരു ദൈവാനുഭവം ഉണ്ടായി. ഒരു വചനം ഔസേപ്പച്ചനെ സ്പർശിച്ചു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 42-ാം വചനം. ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരാണോ അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. ഈ വചനം സ്പർശിച്ചതുകൊണ്ട് മകൻ അന്ന് തന്നെ ആ ധ്യാനത്തിൽ വെച്ച് തന്നെ മദ്യവ്യവസായം ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തു. ഇത് ഞങ്ങൾക്കെല്ലാം വലിയൊരു ആശ്വാസമായിരുന്നു. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി ഔസേപ്പച്ചനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അങ്ങനെ സാധിച്ചു. അപ്പോൾ ആ ഇടയ്ക്ക് ഞങ്ങൾ വചനപ്രഘോഷണത്തിനും ഒക്കെ സമയം ഒത്തിരി കണ്ടെത്തിയപ്പോൾ ഞങ്ങൾക്ക് വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ മക്കളുണ്ടായില്ല. 6 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾക്കൊരു മകൻ ജനിച്ചത്. അവൻ്റെ പേര് സാവിയോ. അപ്പം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഈ അനുഗ്രഹം, ഈ വലിയൊരു അനുഗ്രഹത്തെ ഓർത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഒത്തിരി സന്തോഷമായിരുന്നു. എല്ലാവരും ദൈവസ്നേഹത്തിൽ കൂടുതൽ വളർന്നു വരാൻ ഇതിടയാക്കി. അപ്പോൾ ഈ മക്കളില്ലാത്ത കാലത്ത് എനിക്കുണ്ടായ സഹനങ്ങളൊക്കെ ഈശോയുടെ കുരിശോട് ചേർത്ത ആ സഹനം അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഈ ഔസേപ്പച്ചൻ്റെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്കൊരു കൃപ ലഭിച്ചിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ അമ്മച്ചിയാണ് അത് പറഞ്ഞു തന്നിരുന്നത്. ഞങ്ങളെ എല്ലാം ചെറുപ്പത്തിൽ ഒത്തിരി ദൈവസ്നേഹത്തിലൊക്കെയാണ് അമ്മച്ചി ഈച്ചാനും വളർത്തിയത്. ഈ സഹനങ്ങളൊക്കെ അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കുന്ന നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല, ഞങ്ങൾ കണ്ടുമുട്ടുന്ന മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ഇതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഔസേപ്പച്ചൻ ഈ ധ്യാനത്തെ സംബന്ധിച്ച് വചനപ്രഘോഷണം എല്ലാം നിർത്തി വചനപ്രഘോഷണത്തിനായിട്ട് ആദ്യമൊക്കെ സാക്ഷ്യം പറയുമായിരുന്നു. ഈ സാക്ഷ്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ ഞങ്ങൾ കേട്ടിരുന്നു. കാരണം
ഈശോയോടുള്ള സ്നേഹത്താൽ ജ്വലിച്ച് വചനം ജീവിതത്തിൽ സ്പർശിച്ചതിൻ്റെ കാര്യങ്ങളും എല്ലാം സ്വന്തം അനുഭവത്തിൽ കൂടിയാണ് ഔസേപ്പച്ചൻ വചനപ്രഘോഷണം നടത്തിയിരുന്ന സാക്ഷ്യങ്ങൾ പറയുന്നതൊക്കെ വളരെ ശ്രദ്ധയോടെ ഞങ്ങളെല്ലാം ടേപ്പ് റെക്കോർഡിലൊക്കെ ആസറ്റിട്ട് ഇതൊക്കെ എല്ലാവർക്കും കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ആ ജീവിതത്തിൽ കൂടി ഔസേപ്പച്ചനിൽ നിന്ന് ഞങ്ങൾക്ക് ഒത്തിരി ആത്മീയമായിട്ട് പിന്നെയും വളരാൻ സാധിച്ചു. ഔസേപ്പച്ചനെ ഇപ്പോഴിപ്പോൾ സംസാരിക്കുന്നത് മുഴുവൻ ദൈവകാര്യങ്ങളെക്കുറിച്ചാണ്. മറ്റ് കൊച്ചു വർത്താനം പറയാനോ വേറെ തമാശ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ പോകാമെന്നുള്ളതിനകത്തുനിന്ന് കൂടുതൽ വിടുതൽ കിട്ടിക്കൊണ്ടിരിക്കുക. ആൾക്കാരുമായിട്ട് എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാക്കി ദൈവകാര്യങ്ങളെക്കുറിച്ചോ ഈശോയുടെ കാര്യങ്ങളെക്കുറിച്ചോ പറയുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതി എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും സംസാരിക്കുമ്പോൾ രീതി സംസാരം തന്നെയല്ല, പ്രവൃത്തി അങ്ങനെയാണ്. ഇപ്പോൾ ഏതെങ്കിലും ആൾക്കാരുമായിട്ട് സ്നേഹത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി, ഒരു കല്യാണം നടക്കേണ്ടതുകൊണ്ട് അതിന് പൈസ ഉണ്ടാക്കുക, ഇങ്ങനെ എവിടെയെങ്കിലും പൈസ ഉണ്ടാക്കി അത് അവരുടെ നടത്താൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും വാങ്ങിച്ചോ ഒക്കെ കാര്യങ്ങൾ നടത്തുക. കംപ്ലീറ്റ് ഇപ്പോൾ പുള്ളിയെ ഈ ലൗകിക കാര്യങ്ങൾക്കകത്തുനിന്ന് ഒരു വിടുതല, സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയല്ല, ചിന്തയിലും സംസാരത്തിലും എല്ലാം പുള്ളിക്ക് ഇപ്പോൾ ഈ ദൈവിക കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. കാഞ്ഞിരപ്പള്ളിയിൽ വെച്ച് വട്ടായിലച്ചൻ്റെ കൺവെൻഷൻ 3 വർഷം മുമ്പ് നടന്നു. ഈ കൺവെൻഷനിൽ വെച്ച് ഔസേപ്പച്ചൻ്റെ ഒരു വചനപ്രഘോഷണം ഉണ്ടായിരുന്നു. ആ വചനപ്രഘോഷണത്തിൽ ഔസേപ്പച്ചൻ വളരെ വ്യക്തമായിട്ട് നിത്യജീവനെക്കുറിച്ചും ആത്മരക്ഷയെക്കുറിച്ചും സ്വർഗ്ഗരാജ്യത്തെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പ്രസംഗിച്ചു. ഇത് കേട്ട എല്ലാവർക്കും ഒത്തിരി അനുഭവം ഉണ്ടായി എന്ന് പറയാനിടയായി. അത് കേട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ അന്തമില്ലാത്ത സന്തോഷം തോന്നി. കാരണം ഔസേപ്പച്ചൻ ആത്മീയമായിട്ട് വളർന്നതുകൊണ്ട് മറ്റുള്ളവരെ എല്ലാം കണ്ടുമുട്ടുന്നവർക്കെല്ലാം കൂടുതൽ ആഴമായ ദൈവാനുഭവം ലഭിക്കുന്നു. ഇത്രമാത്രം ഈശോയിലേക്ക് ഈ മകനെ അടുപ്പിക്കാനായിട്ട് സാധിച്ചത് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ബാറ് നിർത്തി കഴിഞ്ഞ് ഈശോയിലേക്ക് വന്നത് മാത്രമല്ല മറ്റുള്ളവരെ ഈശോയിലേക്ക് ആത്മാക്കളുടെ ലക്ഷ്യമാക്കിയാണ് ഈ മകൻ എന്നും ജീവിക്കുന്നത്. ഇത് എൻ്റെ അമ്മച്ചിക്ക് ഇച്ചായൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ഒരു വൈദ്യനില്ലാത്തതിൻ്റെ കുറവ് ഈ ഔസേപ്പച്ചൻ പരിഹരിക്കുമെന്ന് അമ്മച്ചി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഈ മകന് വേണ്ടി എല്ലാ സപ്പോർട്ടും കൊടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എവിടെ ധ്യാനത്തിന് പോയാലും എല്ലാം ഞങ്ങളെ വിളിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറയും. ഞങ്ങളെല്ലാം കുടുംബങ്ങളിലിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. ഞങ്ങളുടെ ഒരു ചേച്ചി CMC കോൺവെൻറ്റ് സിസ്റ്റർ CNA ഉണ്ട്. CMC സിസ്റ്റേഴ്സ് എല്ലാവരും ഒത്തൊരുമിച്ച് ഔസേപ്പച്ചന് വേണ്ടി സ്ഥിരം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം അനുഭവങ്ങൾ കൂടി ഔസേപ്പച്ചന് ഒത്തിരി ഞങ്ങളോടും പറയാറുണ്ട്. ഒത്തിരി അഭിഷേകം കിട്ടുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ എല്ലാം പൂർണ്ണ സപ്പോർട്ട് വേണമെന്ന് എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്. സ്നേഹമുള്ളവരെ, ഞാൻ ഐസക് ജോസഫ് കൊട്ടുകാപ്പള്ളി. ഞാൻ ലുണാർ അബേഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ലുണാർ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിൻ്റെ ചെയർമാനുമാണ്. ഔസേപ്പച്ചൻ എൻ്റെ ഇളയ ബ്രദറാണ്. എൻ്റെ കുടുംബത്തിൽ 12 പേരാണ്. ഞാൻ 3ാമത്തെ ആളും ഔസേപ്പച്ചൻ 6ാമത്തെ ആളുമാണ്. ഔസേപ്പച്ചൻ്റെ വിദ്യാഭ്യാസകാലം, പ്രത്യേകിച്ച് ഹൈസ്കൂൾ വിദ്യാഭ്യാസകാലവും കാലത്ത് ഞാനാണ് കൂടുതലായിട്ട് വീട്ടിലെ കാര്യം മാനേജ് ചെയ്തിരുന്നത്. അന്ന് ഔസേപ്പച്ചൻ വളരെ കുസൃതിയായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. പലപ്പോഴും അവൻ പഠിത്തത്തേക്കാൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്നത് സ്പോർട്സിലും അതുപോലെ രാഷ്ട്രീയത്തിലുമായിരുന്നു. അത് ഇച്ചായനും അമ്മച്ചിയും ഒട്ടും ഞങ്ങൾ ആരും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഞങ്ങളെല്ലാം അതിനെ വിലക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ നാച്ചുറലായിട്ട് ഞങ്ങളെ സമ്മതിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ കൂടെ ഇടപെടുകയും നല്ല ബാസ്കറ്റ്ബോൾ പ്ലെയറായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. അവന് +2 വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവന് പഠിത്തത്തിൽ വളരെ പുറകോട്ട് പോവുകയും പഠിത്തം താല്പര്യമില്ലാതെ വരികയും അതിനുശേഷം ഞങ്ങളുടെ കണ്ണൂർ ഡിസ്ട്രിക്ട് കാഞ്ഞങ്ങാടുള്ള തോട്ടത്തിൻ്റെ നോട്ടം അവനെ ഏറ്റെടുക്കുകയും ചെയ്തു. ആ കാലത്ത് ഏറ്റെടുത്ത കാലഘട്ടങ്ങളിൽ അവൻ വളരെ നന്നായിട്ട് ആ തോട്ടം നോക്കുകയും ഒത്തിരി നെല്ലും കപ്പയും റബ്ബറും എല്ലാം അവിടെ ഉൽപ്പാദിപ്പിക്കുവാനും അവന് സാധിച്ചു. അത് അവൻ വളരെ ഡൈനാമിക്കായിട്ട് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ തന്നെ അവനിലൊരു ദുർചിന്ത ഉത്ഭുതമായി. അവനൊരു ചാരായ ഷോപ്പ് നടത്തണമെന്നുള്ള ഒരു ചിന്ത വന്നു. അത് ഇച്ചായനും അമ്മച്ചിയും ഞങ്ങളെല്ലാവരും എതിർത്തിട്ടും ഞങ്ങളെ സ്നേഹപുരസ്സരം തിരസ്കരിച്ചുകൊണ്ട് അവൻ ആ ചാരായ ഷോപ്പ് നടത്താൻ മുൻകൈ ചെയ്തത്. ഒത്തിരി അമ്മച്ചിക്ക് ഇച്ചാനൊക്കെ ഒത്തിരി വേദന ഉണ്ടാക്കിയതാണ്. പ്രത്യേകിച്ച് എൻ്റെ മൂത്ത പെങ്ങൾ സിസ്റ്ററുണ്ട്, CMC സിസ്റ്റർ CNA. ആ CNAയ്ക്ക് അത് വളരെ വിഷമമാവുകയും ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു അവനാണ് വീട്ടിൽ കിട്ടാൻ വേണ്ടി. പക്ഷേ ഈ പ്രാർത്ഥന നടക്കം പോലും അവൻ വേറൊരു ബാർ തുടങ്ങാൻ വേണ്ടി ആലോചിക്കുകയും കാസർഗോഡ് ഒരു കെട്ടിടം പണിത് ഒരു ബാറിന് ലൈസൻസ് എടുത്ത് ബാർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലെല്ലാം വളരെ വിഷമമായി. ഞങ്ങളുടെ കുടുംബം പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. ഒത്തിരി ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ഇച്ചാനും അമ്മച്ചിയും ഞങ്ങളെല്ലാവരും കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവൻ 5 കൊല്ലത്തെ ഈ ബാറും ചാരായ ഷാപ്പും നടത്തിയതിന് ശേഷം അവന് അത് ധ്യാനത്തിൽ പങ്കെടുക്കുകയും ആ ധ്യാനത്തിൽ വെച്ച് അവന് പെട്ടെന്ന് പരിവർത്തനം, ഒരു ദൈവത്തിൻ്റെ ടച്ച് കിട്ടി, പരിശുദ്ധാത്മാവിൻ്റെ ടച്ച് കിട്ടി. പെട്ടെന്നായിരുന്നു മാറണമെന്ന് തോന്നി. അവൻ എപ്പോഴും വളരെ തകൃതിയുള്ള ഡൈനാമിക്സുള്ള ആളായതുകൊണ്ടാണ് തോന്നുന്നു ആ ദൈവത്തിൻ്റെ സന്ദേശം പെട്ടെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആ ബാറ് നിർത്തി അവൻ പെട്ടെന്ന് ബാറിനെതിരാകുകയും കുടിക്കുന്നവർക്കെതിരാകുകയും
കുടിക്കുന്നവരെ മാറ്റിക്കൊണ്ട് കുടി ഇല്ലാത്തവരാക്കി തീർക്കുവാൻ വേണ്ടി, അതുപോലെ തന്നെ ബാറുള്ളവരെന്ന് ബാർ നിർത്താനുള്ള പരിശ്രമത്തിലേക്ക് മാറുകയും ചെയ്തു. അങ്ങനെ അവൻ്റെ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ സാക്ഷ്യം പറയാൻ വേണ്ടി ഡിവൈനിലും അതുപോലെ മറ്റ് ധ്യാനഗ്രന്ഥങ്ങളിലൊക്കെ സാക്ഷ്യം പറയുകയും ഒത്തിരി അതിനകത്ത് പ്രവർത്തിക്കുകയും ചെയ്തു. പനക്കച്ചൻ പറയുകയായിരുന്നു, ജോർജ് പനക്കച്ചൻ പറയുമായിരുന്നു, എപ്പോഴും ഈ ബാർ നടത്തുന്നവരും ബാർ മദ്യം സേവിക്കുന്നവരൊക്കെ അതിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ അവർ പൂർണ്ണമായിട്ടും മാറണമെന്നുണ്ടെങ്കിൽ, അവർക്ക് അത് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർ മദ്യം കഴിക്കുന്നവരെ അതിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം അവർ നടത്തണം. അതുപോലെ മദ്യ ഷോപ്പ് നടത്തുന്നവർ, അല്ലെങ്കിൽ മദ്യ കോൺട്രാക്റ്റ് നടത്തുന്നവർ, ബാർ നടത്തുന്നവർ അത് നിർത്തിയാൽ മാത്രം പോരാ, മറ്റ് നിർത്തിക്കാനുള്ള ശ്രമവും പ്രാർത്ഥനയും കണ്ണീരും മാത്രമേ പിടിച്ചിരിക്കാൻ പറ്റുന്ന അച്ഛനപ്പം പറയുമായിരുന്നു. അത് വളരെ പ്രാവർത്തികമായിട്ട് ഔസേപ്പച്ചൻ നിരർത്ഥമായി. ഔസേപ്പച്ചന് അന്നു മുതൽ വളരെ ശക്തമായിട്ട് ഈ ബാർ നടത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ബാർ നടത്തുന്നവരെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒത്തിരി പ്രസംഗങ്ങൾ നടത്തുകയും അതുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കുടിയന്മാരെ കുടിയെ മാറ്റാൻ വേണ്ടിയുള്ള ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ഔസേപ്പച്ചൻ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗങ്ങളും മാത്രമല്ല, ലോകത്തെ പല ഭാഗത്തും, പ്രത്യേകിച്ച് ആസ്ട്രേലിയ, അമേരിക്ക മുതൽ രാജ്യങ്ങളിൽ പോലും പോയി ഈ പ്രഘോഷണം നടത്തിക്കൊണ്ട് അവിടുത്തെ മദ്യപാനന്മാരെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമത്തെ ഫലം കാണുന്നുമുണ്ട്. എപ്പോഴും ഔസേപ്പച്ചൻ ഞാൻ കാണുന്ന പ്രത്യേകത, ഔസേപ്പച്ചൻ എന്തെങ്കിലും ഒരു കാര്യം നടത്താൻ വേണ്ടി പിടിച്ചാൽ അത് നടത്താൻ വേണ്ടി 100% ജസ്റ്റിസോടെ കാണിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ഒരു സമയമില്ലെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിലും മംഗലാപുരത്ത് ഇപ്പോൾ ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് മംഗലാപുരം ബസ്സിൽ കയറും, അല്ലെങ്കിൽ നാളെ കട്ടപ്പന ഉണ്ടെന്ന് പറഞ്ഞാൽ നാളെ കട്ടപ്പനയ്ക്ക് ബസ്സിൽ കയറും. അങ്ങനെ അവിടെ പോയി അവരെ കൺവേർട്ട് ചെയ്യുക, അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ മദ്യത്തെ ആസക്തി നിന്ന് മോചിപ്പിക്കുക, അതുപോലെ അവരെ ബാർ നടത്തുന്നതെന്ന് മാറ്റുക. ഇത് അവൻ്റെ ഒരു ശ്രമമാണ്, ഒത്തിരി വിജയിച്ചിട്ടുമുണ്ട്. അതിലിപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥനയും കൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു വലിയ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയും ഔസേപ്പച്ചൻ്റെ പ്രാർത്ഥനയെല്ലാം ഞങ്ങളുടെ കുടുംബത്തെ പ്രസ്ഥാനങ്ങളെയൊക്കെ വളരെ ശക്തമായിട്ട് നടത്തുന്നുണ്ട്. ഇപ്പം ഞാൻ റുണാറ് തന്നെ നടന്ന് വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നു. അതിനൊരു കാരണം എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരന്മാരുടെയും ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അതുപോലെ ഔസേപ്പച്ചൻ്റെ പ്രവർത്തനം, ഔസേപ്പച്ചൻ അന്ന് വാർ നടത്തി ഒത്തിരി ഷൈൻ ചെയ്തു, ഒത്തിരി മോശമായി പ്രവർത്തിച്ച് ജീവിച്ചു. അതേസമയത്ത് ഇന്ന് മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ അവനിലുണ്ടായ വ്യത്യാസങ്ങൾ വളരെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അസറ്റായിട്ട് മാറി. പ്രത്യേകം ഔസേപ്പച്ചൻ്റെ പ്രസംഗത്തെ ഞാൻ ശ്രദ്ധിക്കുന്നത്, ഔസേപ്പച്ചൻ എപ്പോഴും പ്രസംഗിക്കുമ്പം ഒരു പ്രത്യാശയുടെ പ്രസംഗം. അത് നമുക്ക് ഈ ലൈഫ് കഴിഞ്ഞ ജീവിതമുണ്ട്, ആ ലൈഫ് സ്വർഗോന്മുഖമായിരിക്കണം, അതാണ് നമ്മൾ നിത്യരക്ഷയാണ് നമ്മുടെ പ്രാധാന്യം എന്നുള്ള വളരെ ശക്തമായ ആവശ്യം പ്രഘോഷിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ തന്നെ നമ്മുടെ ജീവിക്കുന്നത് ഫാക്ടറി നടത്താനോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അല്ല, അതിനൊക്കെ അപ്പുറമായിട്ട് ഒരു ആത്മരക്ഷയാണ് എൻ്റെ മെയിൻ കാരണമെന്നുള്ള ഒരു ബോധ്യം എനിക്ക് കിട്ടിയത് വാസ്തവം പറഞ്ഞാൽ ഔസേപ്പച്ചൻ്റെ പ്രസംഗങ്ങളിലൂടെയും ഔസേപ്പച്ചൻ പലതും പ്രസംഗിക്കുന്നതുകൊണ്ടാണ്. ഔസേപ്പച്ചൻ്റെ പ്രസംഗം ഔസേപ്പച്ചന് ദീപനി പ്രസംഗിക്കാറുണ്ട്, ഷാലോമിൻ്റെ TV പ്രസംഗിക്കാറുണ്ട്. അങ്ങനെ പലയിടത്തും പോയി പ്രസംഗിക്കാറും ഒത്തിരി ഇടവകളിൽ ധ്യാനം നടത്താറുണ്ട്. മദ്യപാന ആസക്തിയുള്ളവരെ മോചിപ്പിക്കുന്ന സെൻ്ററുകളിൽ പ്രവർത്തനം നടത്താറുണ്ട്. പിന്നെ ഒത്തിരി അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ ദശാംശം തന്നെ ഞങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് നല്ല പാവങ്ങൾക്ക് സേവനം ചെയ്യുവാനും അതുപോലെ ബൈബിൾ പ്രഘോഷണം ചിലവാക്കാൻ ഞങ്ങളെല്ലാം ഉന്മുഖരായത് ഒരു കാരണം മാസം പറഞ്ഞാൽ ഔസേപ്പച്ചൻ്റെ ഈ ചേഞ്ചാണ്, ഔസേപ്പൻ്റെ പ്രസംഗമാണ്. ഔസേപ്പൻ്റെ പ്രവർത്തനം ഞങ്ങൾക്ക് മാത്രമല്ല ഈ സമൂഹത്തിനും ഈ സമുദായത്തിനും നമ്മുടെ മതത്തിനും അതുപോലെ നമ്മുടെ ജനങ്ങൾക്ക് മുഴുവൻ ഉപകാരപ്രദമായി തീർന്നിട്ടുണ്ടെന്നുണ്ട്. കണിശമായിട്ട് ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനമാണ്, പരിശുദ്ധാത്മാരുടെ പ്രവർത്തനമാണ്. എപ്പോഴും ഞങ്ങൾ പരിശുദ്ധാത്മാവോട് ഞങ്ങളുടെ കുടുംബവും എന്നും നന്ദിയുള്ളവരായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിയാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായൊരു വലിയ സന്തോഷമായി തീർന്നിരിക്കുകയാണ്. എൻ്റെ കുടുംബജീവിതത്തിൽ മാത്രമല്ല, ഞങ്ങളുടെ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലും എൻ്റെ ജീവിത പങ്കാളിയുടെ ബന്ധുക്കൾ തമ്മിലുള്ള ബന്ധത്തിലും ഒരു വലിയൊരു സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ അനുഭവമായി തീർന്നു. മുൻകാലഘട്ടങ്ങളിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനമില്ലാതെ പണത്തിനു വേണ്ടി ഓടിയിരുന്ന കാലഘട്ടത്തിൽ ജീവിത പങ്കാളിയോ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ സ്നേഹിക്കാനോ അവരോടൊപ്പം ഇതുപോലെ ഇരിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും സമയമുണ്ടായിരുന്നില്ല. യേശു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ സഹോദരങ്ങളിലും എല്ലാം ആ മാറ്റമുണ്ടായി. എല്ലാവരും ധ്യാനം കൂടി ഈശോയുടെ സ്നേഹത്ത് വന്നപ്പോൾ ഞങ്ങളിങ്ങനെ മാസങ്ങളിൽ ഓരോ ഭവനങ്ങളിൽ കൂടി പ്രാർത്ഥിക്കുകയും സന്തോഷം പങ്കുവെക്കുകയും ദൈവത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാമെന്ന് ആലോചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അളിയന്മാർ, പെങ്ങന്മാർ, മരുമക്കൾ എല്ലാവരും ഒത്തൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നിരവധി അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും പ്രത്യേകമായ സാമ്പത്തിക പ്രതിസന്ധി ആർക്കെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലോ അയൽവക്കത്തോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് പ്രാർത്ഥിച്ച് അതിന് വേണ്ടുന്ന പരിഹാരം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. ഞങ്ങളെല്ലാവരും തന്നെ ഞങ്ങളുടെ സമ്പത്തിൻ്റെ വരുമാനത്തിൻ്റെ ദശാംശം നീക്കി വെച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും സന്തോഷം പങ്കുവെച്ചും എല്ലാവരുടെയും പ്രശ്നം വ്യക്തിപരമായ ഓരോരുത്തരും പ്രശ്നമായി കണ്ടുകൊണ്ട് ഭവനങ്ങൾ സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനത്തിലേക്ക് പോകാനും നല്ല ഉപദേശങ്ങൾ നൽകുവാനും തയ്യാറാകുന്നു. ഇതാണ് ഞങ്ങളുടെ ഈ ആത്മീയ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബജീവിതത്തിലുണ്ടായ
സന്തോഷവും സമാധാനവും നേട്ടവും. ആ കാലയളവിൽ ഞാൻ ഓർക്കുകയാണ്, കാസർഗോഡ് ബാർ അടച്ചപ്പോൾ ബാറിൽ ചില സമരങ്ങൾ, ബാർ തുറക്കണം. അന്നത്തെ ആ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടെ അന്നത്തെ യുവജന സംഘടനാ പ്രവർത്തകർ ഒന്നടക്കം എൻ്റെ ബാറിൻ്റെ മുന്നിൽ കുത്തിയിരിപ്പോൾ ബാർ തുറക്കണം, ബാർ തുറക്കണം. അവർ പറയുന്നതാണ്, ബാർ തുറക്കണം, ബാർ തുറക്കണം. ഞാൻ പറഞ്ഞു, ആരുടെയും ജോലി പോകുന്നില്ല, അവിടെ ഹോട്ടലുണ്ട്, ലോഡ്ജുണ്ട്, എല്ലാവർക്കും ജോലി തരാം, ഇതേ ശമ്പളം തരാം. പക്ഷേ അവരുടെ ഡിമാൻഡ് അതല്ല, ബാർ തുറക്കണം. കാസർഗോഡേക്ക് എനിക്ക് പോകാൻ പറ്റുന്നില്ല. ആ കാലം വരെ എന്നെ സഹായിക്കാൻ പോലീസുകാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, പല ഗുണ്ടകൾ പലരും ഉണ്ടെങ്കിൽ ഞാൻ യേശുവിനെ അറിഞ്ഞ് യേശുമാർഗ്ഗം സ്വീകരിച്ചപ്പോൾ ഇവരെല്ലാം എന്നെ വിട്ടുപോയി. അപ്പോൾ കാസർഗോഡ് ബാറെങ്കിലും ഞാൻ താമസിക്കുന്ന കാഞ്ഞങ്ങാട 35 കിലോമീറ്റർ ബാക്കിലാണ്. ഞാൻ അവിടെയുള്ള പള്ളിയിൽ ഒരു ചാപ്പലിൽ പോയിരുന്ന് ക്രൂസിനായി യേശുവിനെ മുഖത്ത് നോക്കി ഞാൻ പ്രാർത്ഥിച്ചു, യേശുവേ ഞാൻ എന്ത് ചെയ്യണം? ഒരു കാലത്ത് ഈ ശല്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല, സമരം ഉണ്ടായിരുന്നില്ല, അനുസ്യൂതം നടത്തിയ ബാർ ഇന്ന് ആ കാസർഗോഡേക്ക് എനിക്ക് പോകാൻ പോലും പറ്റുന്നില്ല. യേശുവേ ഞാൻ എന്ത് ചെയ്യണം? എന്നെ തല്ലും കൊല്ലും, ബാറിൻ്റെ ഡൈനാമിറ്റ് വെക്കും, കാർ തല്ലിപ്പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ ആക്രോശിക്കുക. ഞാനിങ്ങനെ ക്രിസ്തുനായ യേശുവിൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ച് കിടന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോ എനിക്ക് സന്ദേശം തന്നു, ഞാൻ ചെയ്ത പോലെ നീയും ചെയ്യുക, ഞാൻ ചെയ്ത പോലെ നീയും ചെയ്യുക. യേശു എന്താ ചെയ്തത്? തന്നെ ക്രൂശിക്കുന്ന സമയത്ത് ശത്രുക്കൾക്ക് വേണ്ടി ക്ഷമിച്ച് പ്രാർത്ഥിച്ചില്ലേ? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. പ്രിയപ്പെട്ടവർ, ഞാൻ ഓർത്തു, 3 മാസം മുമ്പ് ധ്യാനം കൂടുന്ന നിമിഷം വരെ ആ ബാറടയ്ക്കാൻ ആരെങ്കിലും പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെടില്ല. ഞാൻ ദൈവത്തെ അറിഞ്ഞതുകൊണ്ടല്ലേ, യേശുവിനെ അറിഞ്ഞതുകൊണ്ടല്ലേ, സ്വർഗത്തിൻ്റെ സുവിശേഷം ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ ഞാൻ ബാറടച്ചത്. അതറിയാത്ത തൊഴിലാളികൾ, രാഷ്ട്രീയ പാർട്ടികൾ സമരം ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ ബോധ്യത്തോടെ ഞാൻ അവർക്ക് വേണ്ടി ക്ഷമിച്ച് സ്നേഹിച്ച് അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവമേ, നിൻ്റെ വചനം പറയാൻ അവർക്ക് അവസരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പ്രിയപ്പെട്ടവർ, വലിയ അത്ഭുതമുണ്ടായി. ഈ സമരം 10 ദിവസത്തിനുള്ളിൽ സമരം പിൻവലിക്കുകയാണ്. ആ സമര നേതാവ് രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത് വരിക, നിങ്ങൾക്ക് എന്തോ ഒരു ശക്തിയുണ്ട്, ഞങ്ങൾ സമരം പിൻവലിച്ചു. ഈ 10 ദിവസങ്ങളിൽ 3 ആക്സിഡൻറ്റ് എൻ്റെ ജീവിതത്തിലുണ്ടായി. ആ 3 ആക്സിഡൻറ്റ് ദൈവം അവർക്ക് കൊടുത്ത ചില തകർച്ചകളായിരുന്നു, ശിക്ഷയല്ല, ശിക്ഷണങ്ങളായിരുന്നു. ദൈവം അവരെയും സ്നേഹിക്കുന്നു. ആ ബാറിൻ്റെ ലൈസൻസ് വിൽക്കാനോ ബാർ കൊടുക്കാനോ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ തകർച്ചകൾ എനിക്ക് വന്നേനെ. 3 ആക്സിഡൻറ്റിനോടുകൂടി അവർ സമരം പിൻവലിക്കുന്നു. അവരും ധ്യാനം കൂടാൻ പോകുന്നു. ധ്യാനം കൂടിക്കഴിഞ്ഞാൽ സമര നേതാവിനോട് പറയുക, ഒരിക്കലും ബാർ തുറക്കരുത്, ബാർ തുറക്കരുത്, മദ്യവ്യവസായം വലിയൊരു പാപമാണ്. എല്ലാ തിന്മകളുടെയും ആരംഭം ഈ മദ്യത്തിൽ നിന്നാണ്. മദ്യം കുടിക്കുന്ന അവർ ഇവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ, ഇവർ വീട്ടിൽ പോയി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപകടങ്ങളെ പറ്റിയൊക്കെ നേതാവിനോട് പറയുകയായിരുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 16:7. സുഭാഷിതങ്ങളുടെ പുസ്തകം 16:7 പറയുകയാണ്, ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമെങ്കിൽ അവൻ്റെ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയും. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ആ തൊഴിലാളി സമരം ചെയ്തപ്പോൾ ഞാൻ അവനെ എതിരാളിയായി കണ്ടില്ല. അവൻ ദൈവത്തെ അറിയാത്തതുകൊണ്ടാണ്, യേശുവിനെ അറിയാത്തതുകൊണ്ടാണ്, സത്യമാർഗ്ഗം അറിയാത്തതുകൊണ്ടാണ്, സ്വർഗത്തിൻ്റെ പ്രത്യാശ ഇല്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് എന്നുള്ള ബോധ്യത്തോടെ ആത്മാർത്ഥമായി ക്ഷമിച്ച് സ്നേഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവനിലും ദൈവം അവനെയും സ്നേഹിക്കുന്നു. വ്യക്തമായ മാനസാന്തരം.